പി കെ നവാസ് ചേരുന്ന MSF പ്രതിനിധി. ശ്രീ നവാസ്, എങ്ങനെയാണ് ഈ രാജ്ഭവനിൽ നിന്ന് നമ്മൾ അടുത്ത കാലത്ത് ഒരുപാടായി ഇത്തരത്തിലുള്ള സംഘപരിവാറിനെ അനുകൂലിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്നുള്ള തരത്തിലൊക്കെ പ്രവർത്തനങ്ങൾ കാണുന്നു. ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ സർക്കുലറിനെ, ഗവർണറുടെ ഈ നടപടിയെ ഏതു തരത്തിലാണ് MSF സമീപിക്കുന്നത്? എങ്ങനെയായിരിക്കും പ്രതിഷേധം? കേരളത്തിലെ ജനാധിപത്യ വിദ്യാർത്ഥി സമൂഹവും VC-യുടെയും അതുപോലെ തന്നെ ഗവർണറുടെയും ഈ സർക്കുലറുകളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, ഇന്ത്യയിലെ കേരളത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കേരളം ജനാധിപത്യത്തെ ഏറ്റവും ഉത്കൃഷ്ടമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിനകത്ത് ഒരു ഗവർണർ, RSSകാരനായ ഒരു ഗവർണർ വന്നു. അതുവഴി കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ടകൾ ചർച്ച ചെയ്യാം എന്ന് വേണമെങ്കിൽ പിന്നെ ഈ പറയുന്ന ഗവർണർക്ക് തീരുമാനിച്ചാൽ, അങ്ങനെ അവർ വേണമെന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന അന്തരീക്ഷമല്ല കേരളത്തിലെ ഒരു ക്യാമ്പസിലുള്ളത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിലെ ഒരു വിദ്യാർത്ഥി സംഘടനയും ഈ പറയുന്ന ഗവർണറുടെയോ വൈസ് ചാൻസലറുടെയോ ഈ സർക്കുലറിനെ ഒരർത്ഥത്തിലും വില കൽപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. നമുക്കറിയാം, രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി നമ്മൾ ആഘോഷിച്ചു വരുന്ന ഓഗസ്റ്റ് 15 ആഘോഷങ്ങൾ, ആ ആഘോഷങ്ങളോട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുള്ള ഒരു വിഭാഗമല്ല RSSും BJPയും സംഘപരിവാറും വന്നത്. സ്വാഭാവികമായി അവർക്ക് ആഘോഷിക്കാൻ ഒരു ദിനം, അതാണ് വിഭജന ദിനം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആഘോഷിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ ഈ ഒരു സമീപനത്തെ വളരെ പോസിറ്റീവായ ഒരു ഡൈവേർഷനിലേക്ക് കൊണ്ടുപോകണം ഞങ്ങൾ ആഗ്രഹിക്കാൻ. ഓഗസ്റ്റ് 14 MSFന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് ഞങ്ങളുള്ള ഇടങ്ങളിലൊക്കെ RSSന്റെ വിഭജന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു ദിനമായി ഓഗസ്റ്റ് 14 മാറ്റണം. RSSന്റെ വികൃതമായ വർഗീയ മുഖത്തെ കേരളത്തിലെ പുതിയ തലമുറയിലേക്ക് കൂടുതൽ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഈ ഓഗസ്റ്റ് 14 ചർച്ചയാക്കപ്പെടുകയും ഇവിടുത്തെ VC-യുടെയും അതോടൊപ്പം തന്നെ ഗവർണറുടെയും ഒക്കെ ഈ സർക്കുലറുകളെ അതിന് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്തുകൊണ്ട് ജനാധിപത്യ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഈ പറയുന്ന നിലപാടുകളെ നിരാകരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, കേരളത്തിന്റെ ക്യാമ്പസുകളിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പറയുന്ന ഗവർണറുടെ നോമിനികളായി വരുന്ന കുറെ VC-മാർ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തുന്നു. അതിനോട് വളരെ ക്രിയേറ്റീവായ ഒരു പ്രതികരണം കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകണം. ഒരു പരിധിവരെ അത് ഉണ്ടാകുന്നുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് പൂർണ്ണ തലത്തിലേക്ക് എത്തുന്നില്ല. പലപ്പോഴും ഒരു സെറ്റിൽമെന്റിലേക്ക് അത് കൊണ്ടുപോകുന്നു എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഗവർണർമാരുടെ ഈ അമിതമായ ഇടപെടലിനെതിരെ വളരെ കൃത്യമായ ഒരു പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ തയ്യാറാകേണ്ടതുണ്ട്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ കൃത്യമായ പ്രതിരോധം തീർക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു.